ഞാൻ ഡോക്ടർ ആഷ്ന, ഡോക്ടർ ആഷ്നസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, പിലാത്തർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് മലബന്ധം എന്ന് പറയുമ്പോഴേ കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ഇത് അനുഭവിക്കുന്നവർ മാനസികപരമായിട്ടും ഒത്തിരി ശാരീരികപരമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. മദർ ഓഫ് ഓൾ ഡിസീസ് എന്ന് പറയുന്ന മലബന്ധം പല രോഗങ്ങളുടെയും ആരംഭ ലക്ഷണമാണ്. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മലബന്ധം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, ഇത് നാച്ചുറലി തടയാൻ വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഏതൊക്കെ എന്നൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് നമ്മുടെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത്? ആദ്യം നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വായിൽ ചെന്ന് ഉമിനീരുമായിട്ട് കൂടി കലർന്ന് അതിനുശേഷം ഇത് ആമാശയത്തിലേക്ക് എത്തും. ആമാശയത്തിൽ നമ്മളെ ഭക്ഷണം സ്റ്റൊമക് ആസിഡുമായിട്ട് കൂടി കലർന്നതിന് ശേഷം അതിനുശേഷം ഈ ദഹിച്ച ഭക്ഷണമാണ് പിന്നീട് ചെറുകുടലിലേക്ക് പോവുക. ചെറുകുടലിൽ നിന്നാണ് ദഹിച്ച ഭക്ഷണം പിന്നെ വൻകുടലിലേക്ക് പോയി പിന്നീട് ഇത് മലമായിട്ട് പുറത്തോട്ടേക്ക് തള്ളിപ്പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ ഒരു നോർമൽ ദഹന പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഒരു മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത്? ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനക്കുറവിനെയാണ് മലബന്ധം എന്ന് പറയുന്നത്. അതായത് യൂഷ്വലി ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ച് ഒരു 48 മണിക്കൂറിനുള്ളിലാണ് ഇത് മലമായിട്ട് മാറുക. പക്ഷേ 3 ദിവസമായിട്ടും നമുക്ക് മലശോധന ഇല്ലെങ്കിൽ ഇതിനെയാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്? നമ്മൾക്ക് ഇത്രത്തോളം ദഹന പ്രക്രിയയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മലബന്ധം ഉണ്ടാവുന്നത്? അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിലെയും വൻകുടലിലെയും നല്ല നല്ല ബാക്ടീരിയകളുടെ കുറവ്, അളവിലുണ്ടാവുന്ന കുറവാണ് ചലനക്കുറവിനുണ്ടാവുന്ന കാരണം. അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെറുകുടലിലും വൻകുടലിലും ഒത്തിരിയധികം നല്ല നല്ല ബാക്ടീരിയകളുണ്ട്. ഈ നല്ല നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഉണ്ടാകുമ്പോൾ ഇവരൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഈ ഹോർമോണാണ് നമ്മളുടെ ഭക്ഷണത്തിനെ ഈ ഒരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോണാണ് ഭക്ഷണത്തിന് നമ്മൾ കുടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് കുടൽ വഴി ദഹനത്തിൻ്റെ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ ചെറുകുടലിലും വൻകുടലിലും ഈ ബാക്ടീരിയയുടെ അളവ് കുറവ് കാരണം, നല്ല ബാക്ടീരിയകളുടെ അളവിൻ്റെ കുറവ് കാരണം നമുക്ക് ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെ കുറവ് കാരണം നമുക്ക് മലബന്ധം ഉണ്ടാവും. അപ്പോൾ ഈ മലബന്ധം ഇങ്ങനെ കുറേ നാളുകളായിട്ട് ഉണ്ടാകുമ്പോഴേ പല രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് ഇത് കാരണം ഉണ്ടാവും. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാകും, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാകും, സ്ട്രെസ്, ഡിപ്രഷൻ, പലതരത്തിലുള്ള അലർജികൾ, അതുപോലെ തന്നെ നമുക്ക് ഓട്ടിസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ പോലും മലബന്ധം കാരണം ഉണ്ടാകും എന്നുള്ളതാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ വയറ്റിലേക്ക് വേണ്ട നല്ല നല്ല ബാക്ടീരിയകളാണ് ഏറ്റവും കൂടുതലായിട്ട് മലബന്ധത്തിന് കുറയാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ തന്നെ നമ്മുടെ വയറ്റിലെ ബാക്ടീരിയകളുടെ കുറവല്ലാതെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മലബന്ധം ഉണ്ടാകും. അതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് നമുക്ക് പിത്തം. നമ്മുടെ ലിവറിൽ നിന്നുണ്ടാവുന്ന പിത്തം കൃത്യമായ അളവിൽ നമുക്ക് നമ്മുടെ കുടലിലേക്കും നമ്മുടെ ആമാശയത്തിലേക്കും കിട്ടാതിരിക്കുമ്പോൾ പിത്തത്തിൻ്റെ കുറവ് കാരണം ഭക്ഷണം ദഹിക്കാതിരിക്കുമ്പം മലബന്ധം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാകും? മലബന്ധം എന്നുള്ളൊരു പ്രശ്നം പിന്നീട് ഭാവിയിൽ ഉണ്ടാവും. പലതരത്തിലുള്ള മെഡിസിൻസിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് മലബന്ധം ഉണ്ടാവും. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും മലബന്ധത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് മലബന്ധത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു റീസൺ ആണ് ചെറുകുടലിലെയും വൻകുടലിലെയും ബാക്ടീരിയകളുടെ അളവിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്ന ചലനക്കുറവ്. ഇത് കാരണം നമുക്ക് മലബന്ധം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മലബന്ധം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലി ഈ ബാക്ടീരിയകളുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനശേഷി കൂട്ടാനും വേണ്ടിയിട്ട് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ്
പ്രോബയോട്ടിക് എന്നുള്ളൊരു മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബാക്ടീരിയകൾ. ആ ബാക്ടീരിയയുടെ കുറവാണ് മലബന്ധം. അപ്പം നാച്ചുറലി ഈ ബാക്ടീരിയനെ കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് നമുക്ക് തൈര്, മോര്, പഴങ്കഞ്ഞി. ഈ 3 കാര്യങ്ങളും നാച്ചുറലി ഉണ്ടാകുന്ന പ്രോബയോട്ടിക് ആണ്. അതായത് നല്ല നല്ല ബാക്ടീരിയകൾ എന്ന് ഈ പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ പറയും. അപ്പോൾ ഈ പ്രോബയോട്ടിക് ഡെയിലി ഒരു ഉച്ചക്കും രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴേ തൈരായിട്ടും മോരായിട്ടും യോഗട്ടൊക്കെ ആയിട്ട് നമുക്ക് റെഗുലർ ബേസിസിൽ നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കുന്നത് ഈ ബാക്ടീരിയയുടെ എണ്ണം കൂടാനും അതുപോലെ മലബന്ധം തടയാനും വളരെ നല്ലതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിന് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് ഉണക്കമുന്തിരിങ്ങ, 1/4 ടീസ്പൂൺ പിന്നെ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ എന്ന് പറയും. അപ്പോൾ ഈ 1/4 ഗ്ലാസ് ഉണക്ക മുന്തിരിങ്ങയിൽ ഈ 1/4 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്കൊരു 1/4 ഗ്ലാസ് നമുക്കൊരു ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് നേരം ഒന്ന് പൊതിർത്ത് വെക്കുക. ഈ പൊതിർത്ത് വെച്ച വെള്ളം അതിനുശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ഈ ഉടച്ചെടുത്ത സംഭവം ഒരു 5-6 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇത് ഫെർമെൻ്റ് ആവും. ഈ ഫെർമെൻ്റ് ആകുമ്പോൾ ഇത് നല്ല നല്ല ബാക്ടീരിയ ആയിട്ടാണ് മാറുന്നത്. ഈ ഫെർമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു പിന്നെ റെസിപ്പി നമുക്ക് ഡെയിലി ഒരു ടീസ്പൂൺ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. ഇത് മലബന്ധം തടയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ്. മറ്റൊരു നല്ലൊരു കാര്യമാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. അതായത് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്ന നല്ല ബാക്ടീരിയകളുടെ ഭക്ഷണമാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. ഈ പ്രീബയോട്ടിക് ഏറ്റവും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് കാമ്പ്, കൂമ്പ്, പേരക്ക, ഫ്ലാക്സീഡ്, ചക്ക, ഇതിലൊക്കെ നന്നായിട്ട് പ്രീബയോട്ടിക് അടങ്ങിയിട്ടുണ്ട്. ഡെയിലി ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതും നമുക്ക് മലബന്ധം തടയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. മറ്റൊരു മെത്തേഡാണ് നാച്ചുറൽ ആയിട്ടുള്ള ലാക്സേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് 3 ടേബിൾ സ്പൂൺ നെയ്യ് മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ കഴിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലാക്സേറ്റീവ് ഫോമാണ്. ഇത് കഴിക്കുമ്പം നമ്മളെ മലം കുറച്ച് ലൂസ് ആകുകയും ഈസി ആയിട്ട് നമുക്ക് മലബന്ധം തടയാനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡികളാണ്. ഇതുകൊണ്ട് നമുക്ക് നല്ല ബാക്ടീരിയകളെ നമ്മുടെ ചെറുകുടലിലേക്കും വൻകുടലിലേക്കും സപ്ലൈ ചെയ്യാനും പറ്റും. അതിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി നമുക്ക് മലബന്ധം കംപ്ലീറ്റ് ആയിട്ട് തടയാനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടുള്ള മലബന്ധത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിലെയും വൻകുടലിലെയും ബാക്ടീരിയകളുടെ കുറവും ചലനക്കുറവുമാണ് പ്രധാനമായിട്ടുള്ള മലബന്ധത്തിൻ്റെ കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മലബന്ധത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.